വിശുദ്ധമായ റമളാൻ. ആ റമളാൻ നമ്മുടെ സകല പാപങ്ങളെയും കരിച്ച് കളയുകയാണ്. ആ പാപങ്ങൾ നമ്മുടെ സകലമായ പാപങ്ങളെയും എല്ലാ ചൂടിനെയും കരിച്ച് കളയുകയാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്തെന്നറിയോ? ഇനി നിങ്ങൾ ശ്രദ്ധയോടെ കേക്ക്. ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചപ്പോ അവന്റെ പാപങ്ങളെല്ലാം കരിഞ്ഞുപോയി. ഈ വേനൽ മഴ പെയ്തിട്ടെല്ലാം കെടുത്തിക്കളഞ്ഞു. അവസാനം അവന് നോമ്പുകാരനായി, അവൻ നല്ലവനായി. ആ മനുഷ്യൻ ഇങ്ങനെ നോമ്പ് പിടിച്ച് 30 ദിവസത്തെ നോമ്പും തറാവീഹും, 30 ദിവസത്തെ നോമ്പും 20 തറാവീഹും അതൊക്കെ പിടിച്ച് അതൊക്കെ റാഹത്തായി സന്തോഷത്തോടെ 30 ദിവസം 3 പത്തുകളിൽ നോമ്പ് പിടിച്ചിട്ട് ഓരോ രാത്രിയിലും തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസം അവന് വരുന്നത് എങ്ങനെയെന്നറിയോ? എങ്ങനെയാ വരുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ഫറള സിയാമ റമളാന അലൈക്കും. റമളാനിലെ നോമ്പ് നിങ്ങൾക്ക് അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുകയാ. വസനന്തു ലക്കും ഖിയാമാ. ആ റമളാൻ പകലിൽ നിങ്ങൾ പിടിക്കുന്ന നോമ്പ് വൈകുന്നേരങ്ങളിൽ രാത്രിയിലെ നിസ്കാരത്തെ നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കിയിരിക്കുകയാ. അത് ഫറളല്ല, മഗ്രിബല്ല. ആ നിസ്കാര തറാവീഹ, ആ തറാവീഹ നമസ്കാരത്തെ നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കിയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വമൻ സാമാഹു വഖാമഹു. ആരോ നല്ലതുപോലെ നോമ്പ് പിടിക്കുന്നത്, ആരാണോ നല്ലതുപോലെ തറാവീഹ് നമസ്കരിക്കുന്നത്, എങ്ങനെയാണ് ഈമാനനെ വഹ്തിസാബാ, വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ നല്ല നിലയിൽ നോമ്പ് പിടിച്ച് നിസ്കരിക്കുന്നത്. കേൾക്കണേ പൂടനാട്ടത്തക്കാരെ, നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കരുതേ. ശ്രദ്ധയോടെ കേട്ടോ. ആരാണോ റമളാൻ മാസത്തിന്റെ പകല് നോമ്പ് പിടിക്കുന്നത്, ആരാണോ രാത്രി തറാവീഹ് നമസ്കരിക്കുന്നത്, എങ്ങനെയാണ് തറാവീഹും നിസ്കരിക്കേണ്ടതും നോമ്പ് പിടിക്കേണ്ടതും എന്നറിയോ? ഈമാന, വിശ്വാസമുണ്ടാകണം. എന്റെ വയറ് കുറയാനല്ല നോമ്പ്, എന്റെ കൊളസ്ട്രോൾ കുറയാനല്ല നോമ്പ്, എന്റെ ഷുഗർ ക്രമാതീതമായി നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നോമ്പ് പിടിക്കുന്നത്. പിന്നെയോ എന്റെ വ്രതാനുഷ്ഠാനം എന്തിനാണ്? ഈമാന, വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ എന്റെ പടച്ചവനോടുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ രൂഢമൂലമാക്കപ്പെട്ട ആ ഒരു ഉറപ്പിന്റെ ബലിഷ്ഠമായ ആ ഈമാനികമായ ആവേശത്തിൽ നിന്നാണ് ഞാൻ നോമ്പ് പിടിക്കുന്നത്. എന്നിട്ടോ വഹ്തിസാബാ, അവന് പ്രതിഫലം ആഗ്രഹിക്കണം. ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് പിടിക്കുന്നതല്ല, ആർക്കെങ്കിലും വേണ്ടിയിട്ട് നോമ്പ് പിടിക്കുന്നതല്ല. ഇഹ്തിസാബാ, അല്ലാഹുവിൽ നിന്നാ കൂലി പ്രതീക്ഷിക്കേണ്ടത്, അല്ലാഹുവിൽ നിന്നാ കൂലി പ്രതീക്ഷിക്കേണ്ടത്. ആ നിലയിൽ ആരാണോ നോമ്പ് പിടിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പെരുന്നാൾ ദിവസം എത്തുമ്പോ അവന്റെ കോലം എന്താണെന്നറിയോ? നമ്മൾ പറയും 85 കിലോ ഉള്ളവന് 45 ആകുമെന്നാണോ? 100 കിലോ ഉള്ളവന് 50 കിലോ ആകുമെന്നാണോ? അല്ല, അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് എന്താണ്? അവൻ എങ്ങനെയാണ് പെരുന്നാളിന്റെ അന്ന് വരുന്നത്? ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. അവന്റെ ഉമ്മ പ്രസവിച്ച പാപ സുരക്ഷിതത്വം അവനുണ്ടെന്ന്. ഉമ്മ പ്രസവിച്ചത് എങ്ങനെയാണോ അതുപോലെയാണ് അവന് പെരുന്നാൾ ദിവസത്തിൽ വരുന്നതെന്ന് മുഖ്ബിറേ സ്വാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദ് മുസ്തഫ. എന്താ കാര്യം? 30 ദിവസത്തെ നോമ്പും പിടിച്ച് 30 ദിവസത്തെ തറാവീഹ് 20 റക്അത്ത്. ഇവിടെ എത്ര ദിവസം? 8 20. നിങ്ങൾ ധൈര്യമായിട്ട് പറയും, കുഴപ്പമില്ല. 20 അൽഹംദുലില്ലാ. ഞാൻ തുറന്നു പറയുന്ന ആളാ. ഞാൻ ഒരു കാര്യം പറയാം. 20 റക്അത്ത് നിസ്കരിക്കണം. 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച് റാഹത്തായി. നിങ്ങൾ നോക്കിയ ആ റമളാന്റെ ഒരു ചൈതന്യം. ഇശാക്ക് ബാങ്ക് കേട്ടു, വീട്ടിൽ നിന്ന് എല്ലാവരും നേരെ പള്ളിയിൽ വന്ന് 2 റക്അത്ത് ഇശാക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് അവിടെ ഇരിക്കാൻ. അപ്പോഴേക്ക് ഇശാക്ക് ബാങ്ക് ഇഖാമത്ത് കൊടുക്കുന്നു. 4 റക്അത്ത് ഇശ. അത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് പിന്നെ റവാത്തിബ്. എത്രയായി? 8 റക്അത്തായി. അത് കഴിഞ്ഞിട്ട് തറാവീഹ് 20, 28ആയി. അത് കഴിഞ്ഞിട്ട് 2, 3, 3 റക്അത്ത് വിത്ർ 30
31 റക്അത്ത്. ആ 31 റക്അത്ത് നിസ്കരിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചുകൊണ്ട് കിടന്നിട്ട് തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് രണ്ടിലങ്ങ് ഒതുക്കി കളയരുത്. അറ്റ്ലീസ്റ്റ് നാലെങ്കിലും നിസ്കരിച്ചിട്ട് അൽഹംദുലില്ലാഹ് ആ നമസ്കാരം കഴിഞ്ഞ് സുബഹിന്റെ മുമ്പുള്ള സുന്നത്തും സുബഹി നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് റാഹത്താകുമ്പോ ഇങ്ങനെ ദൈനംദിന നൈരന്തര്യം അവന്റെ ജീവിതത്തെ റമളാൻ അങ്ങോട്ട് അവനെ നന്നാക്കി അങ്ങോട്ട് പണിയെടുപ്പിക്കുകയാ. അങ്ങനെ ആക്കി. അത് കാരണം എന്താ? അവന്റെ പാപം മുഴുവനും റമളാൻ എന്ന് പറയുന്ന കത്തിക്കരിയുന്ന മാസത്തിന്റെ വേനൽ മഴ പോലെ അവന്റെ പാപങ്ങളെ മുഴുവനും അങ്ങോട്ട് കരിച്ചു കളഞ്ഞ് കൂടെ ഈ ഇബാദത്തും കൂടെ എല്ലാം കൂടെ അങ്ങോട്ട് ആയപ്പോ പെരുന്നാളിന്റെ ദിവസം വന്നു. പെരുന്നാൾ ദിവസം അവൻ എങ്ങനെയാ വരുന്നത്? കയ്യൗമി വലദത്തുഹു ഉമ്മുഹു. SAT-യിൽ ഉമ്മ പ്രസവിച്ചപ്പോ നീ എങ്ങനെയായിരുന്നു? അപ്പൊ അതിന്റെ അർത്ഥം പെരുന്നാളിന്റെ തുണിയില്ലാതെ ഓരോന്നാണോ? അങ്ങനെ ചിന്തിക്കണ്ട. ഉമ്മ പ്രസവിച്ച ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? യാതൊരു പാപങ്ങളുമില്ല, ഒരു പാപവും ഇല്ലാത്ത നിലയിൽ നീ പെരുന്നാളിൽ നിന്ന് വരണം. ഞാൻ ചോദിക്കട്ടെ, ഈ പെരുന്നാളിന്റെ പേരെന്താ? പെരുന്നാളിന്റെ പേര്? വരാനിരിക്കുന്ന പെരുന്നാളിന്റെ പേര് പറയും. അല്ലാഹുവേ, ഇതെന്തൊരു മലയാളം വിട്ടേക്ക്. അറബി എന്താ ഇതിന്റെ പേര്? ഈദുൽ ഫിത്തർ. എന്താ ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയും ചെറിയ പെരുന്നാള്, അതാണ് എന്റെ അർത്ഥം. വലിയ പെരുന്നാൾ എന്നാണോ ഈദുൽ അദ്ഹ എന്ന് പറഞ്ഞാൽ? ബലി പെരുന്നാൾ എന്നല്ലേ? ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ ഈദ് ഔദിൽ നിന്നും ഫിത്രത്തിൽ നിന്നുള്ള വാക്കാണ്. അറിയോ? അപ്പൊ ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിത്രത്തിലേക്കുള്ള മടക്കം. പെരുന്നാളിന്റെ അന്ന് വരുന്നത് എങ്ങനെയാണ്? ഫിത്രത്തിലേക്കുള്ള മടക്കം. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രസവിച്ച സമയത്തുള്ള അവസ്ഥയ്ക്കാണ് പ്രകൃതി, ശുദ്ധ പ്രകൃതി. ആ ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കം എന്നാണ് ഈദുൽ ഫിത്തറിന്റെ അർത്ഥം. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ അൽ ഔദു ഇലൽ ഫിത്ര. അതാണ് ഈദുൽ ഫിത്തർ. എങ്ങനെയാണ് ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കം വരുന്നത്? നബി തങ്ങൾ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുഞ്ഞുങ്ങളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. അവന്റെ വാപ്പയും ഉമ്മയുമാണ് യഹൂദിയാക്കുന്നത്, മജൂസിയാക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും, ഞാൻ തുറന്നു പറയട്ടെ, എല്ലാ കുഞ്ഞുങ്ങളും പ്രസവിക്കപ്പെടുന്നത് ശുദ്ധ പ്രകൃതി. വാപ്പയാണ് ഏപ്പിക്കാരനാക്കുന്നത്, ഉമ്മയാണ് ഈക്കക്കാരനാക്കുന്നത്, വാപ്പയാണ് ജമാഅത്തെ ഇസ്ലാമിയാക്കുന്നത്, ഉമ്മയാണ് മുജാഹിദുകാരനാക്കുന്നത്, വാപ്പയും ഉമ്മയാണ് തബ്ലീഗുകാരനാക്കുന്നത്. കുഞ്ഞ് കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ല ജനിക്കുന്നത്, വാപ്പ കമ്മ്യൂണിസ്റ്റ് മോനും കമ്മ്യൂണിസ്റ്റ്. എന്തേ ജനിക്കുന്ന കുഞ്ഞ് ലീഗുകാരനല്ല, അവന്റെ ഉമ്മ ലീഗുകാരന്റെ മോളാണ്, അപ്പൊ അവനും ലീഗുകാരനായി. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ്സുകാരനായിട്ട് ഒരു കുഞ്ഞും ജനിക്കുന്നില്ല. അങ്ങേയറ്റം പോയി ഉമ്മൻചാണ്ടിയുടെ മോൻ പോലും ജനിച്ചിട്ടില്ല. ചാണ്ടി ഉമ്മനെയും കോൺഗ്രസ്സുകാരനാക്കിയ ഉമ്മൻചാണ്ടി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ്. അപ്പൊ ചോദിക്കുക, അതെവിടെ ഉണ്ട് ഉമ്മൻചാണ്ടിയുടെ ചാണ്ടി ഉമ്മന്റെ പേര് ഹദീസിലുണ്ടോ? അതാ നമ്മുടെ അത്യാവശ്യം. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടക്കുന്ന ആവശ്യത്തില് നിങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ വാപ്പയും ഉമ്മയുമാണ് അവരെ ഏത് കോലത്തിലും മാറ്റുന്നത്, ഏത് കോലത്തിലും ആക്കിയെടുക്കുന്ന വാപ്പായും ഉമ്മയുമാണ്. അതാണ് ഫിത്രത്ത്, ശുദ്ധ പ്രകൃതി. ആ ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കമാണ് പെരുന്നാൾ. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ അൽ ഔദു ഇലൽ ഫിത്രത്തി, ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കം. 30 ദിവസത്തെ നോമ്പും പിടിച്ച് പാപങ്ങളെല്ലാം കരിച്ചു കളഞ്ഞ വേനൽ മഴ പെയ്ത് എല്ലാം ശാന്തമായി ഇബാദത്തുകൾ ചെയ്ത് റാഹത്തായി പെരുന്നാളിന്റെ അന്ന് വരുമ്പോ ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ വരുമെന്ന് പറയുമ്പോൾ പേരാണ് ഈദുൽ ഫിത്തർ, ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കം. അള്ളാഹു അങ്ങനെ വരാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഒരു നല്ല മടക്കം നമുക്ക് ഈ വിശുദ്ധ റമദാൻ മുതൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഞാൻ തൽക്കാലം പാപങ്ങൾ അങ്ങോട്ട് മാറ്റിവെക്കാൻ ഇനി നിങ്ങൾ നോക്ക്, എന്താ റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം? റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം വല്ലാത്ത ചൂടെന്നാണ്.
എന്താ അതേ വാക്കിന് മറ്റൊരർത്ഥമുള്ളത്? ആ വേനൽക്കാലത്ത് പെയ്യുന്ന മഴയെന്നല്ലേ? അജ്ഞതയെന്ന, അധർമ്മമെന്ന, അനീതിയെന്ന എല്ലാ നിലയിലും യാതൊരു മനുഷ്യപ്പറ്റുമില്ലാതിരുന്ന ആ ചൂട് പിടിച്ച കാലത്ത് അതാ ഒരു വേനൽ മഴ പോലെ പെയ്തിറങ്ങുന്നു. എന്താ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്രി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്രി ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അക്രമത്തിന്റെ, അനീതിയുടെ, അധർമ്മത്തിന്റെ, അജ്ഞതയുടെ വക്താക്കളുടെ മുമ്പിൽ പുരാതന കാലത്തെ പ്രാകൃതന്റെ, പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുകുരത്തിൽ പരിവർത്തനത്തിന്റെ പടകധ്വനി മുഴക്കിയ ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോദിയ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി ഹിറാ ഗഹ്വരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ച് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഇറങ്ങുന്ന ഏത് മണ്ണിലാ? പാപത്തിന്റെ ചൂട് പിടിച്ച മണ്ണില്, അജ്ഞതയുടെ ചൂട് പിടിച്ച മണ്ണില്, അന്ധകാരത്തിന്റെ താപം വിസർജിക്കുന്ന മണൽ പരപ്പില്, ആ മരുഭൂമിയിൽ അതാ വിശുദ്ധ ഖുർആൻ ഇറങ്ങുകയാണ്. എവിടെയാണ്? കഅബാലയത്തിൽ നിന്ന് 4.25 കിലോമീറ്റർ അപ്പുറത്ത് 1.25 മണിക്കൂർ നിലത്ത് നിന്ന് ചവിട്ടി കയറിയാളിൽ മുകളെത്തുന്ന അത്ഭുതങ്ങളുടെ കലവറയെ പ്രകാശിക്കുന്ന പർവ്വതമേ ജബലുന്നൂർ. ആ ജബലുന്നൂറിന്റെ മുകളിൽ ചെന്നിട്ട് വീണ്ടും അപ്പുറത്തേക്കൊരു ഇറങ്ങണം. ആ ഇറങ്ങുമ്പോ കുറച്ച് പാറക്കെട്ട്, ആ പാറക്കെട്ടിന്റെ ഉള്ളിൽ ഒരാൾക്ക് കഷ്ടിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ പ്ലേസ്. അവിടെ ഇരുന്നാൽ നേരെ കാണാ കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബത്തു ശരീഫ. അവിടെ ധ്യാന നിമഗ്നനായിരിക്കുമ്പോഴല്ലേ 7 ചക്രവാളം വരെ നീണ്ടു വിടർന്ന് തൂങ്ങി താഴ്ന്ന് കിടക്കുന്ന പേടിച്ച് ഭയവിഹ്വലനായി, സംബീതനായി, പരിഭ്രമചിത്തനായി, വിഷാദ വിഷണ്ണനായി, വ്യാകുല വിഹ്വലനായി ഓടി വന്നതാരുടെ അടുക്കലാ? മന്ത്രവാദിയുടെ അടുക്കലല്ല, കഅബാലയത്തിന്റെ കില്ല പിടിക്കാനല്ല. വന്നിട്ട് തന്റെ പ്രാണപ്രേയസിയോട് പറഞ്ഞു, സങ്കടങ്ങൾ വരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവളോടല്ലേ പറയുന്നത്? സമ്മിലോനി തന്റെ മാറോട് ചേർത്ത് നിർത്തിയിട്ട്, തളരല്ല നബിയേ, സങ്കടപ്പെടല്ല റസൂലേ, അങ്ങേ അല്ലാഹു കൈയൊഴിയില്ല. പാവങ്ങളെ സഹായിക്കുന്നവരാ, അശരണർ കത്താണിയാ, സങ്കടപ്പെടുന്നവന്റെ സാന്ത്വനമാ. അതുകൊണ്ട് തളരല്ലേ മുസ്തഫ അങ്ങെന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചല്ലോ ഖദീജത്തുൽ കുബ്ര. ചോദിക്കട്ടെ പെങ്ങളെ, വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് തണുപ്പായിട്ടാണ്. ആ തണുത്ത മഴ പോലെ, വേനൽ മഴ പോലെ ഖുർആൻ ഇറങ്ങിയത് എവിടെയാണ്? കത്തിക്കരിഞ്ഞ് കിടക്കുന്ന മണലാരുണ്യത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. അറിയുമോ നിങ്ങൾക്ക് ഖുർആനിലെ റമളാൻ എന്ന് പറയുന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? 100 200? റമളാൻ എന്ന് പറയുന്ന ആ കലിമത്ത് എത്ര തവണയാ? 100 200? എത്ര? റമളാൻ എന്ന് പറയുന്ന പദം 10 ഇല്ല, 5 ഇല്ല, 3 തീരെയില്ല, 2 ഒട്ടുമില്ല, ഒരൊറ്റ വട്ടം. ഖുർആനിൽ റമളാൻ എന്ന് പറയുന്ന പദം ഒരേ ഒരു വട്ടം. അതെപ്പോഴാ പറഞ്ഞത്? ആ റമളാൻ എന്ന് പറയുന്ന ആ മക്കയിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തീഷ്ണമായ ചൂട് പിടിച്ച അന്തരീക്ഷത്തിന്റെ, അന്ധകാരത്തിന്റെ, ഏറ്റവും വലിയ അനാചാരത്തിന്റെ, പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന 3W വേണ്ടി വിമൻ, അതുപോലെ തന്നെ പിന്നെ വാർ, അതുപോലെ തന്നെ വൈൻ, മദ്യത്തിനും പെണ്ണിനും പൊന്നിനും കള്ളിനും വേണ്ടി ജീവിച്ചിരുന്ന ആ 3W വേണ്ടി ജീവിച്ചിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അന്ധകാര നിബിഡമായ ആ കുറ്റുരുട്ടിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ജിബ്രീൽ മാലാഖ ഇറക്കി കൊടുത്ത വിശുദ്ധ ഖുർആൻ എന്ന ആ വേനൽ മഴ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഖുർആനിലെ റമളാൻ എന്ന വാക്ക് അല്ലാഹു പറഞ്ഞത്. അറിയോ?
അറിയോ? ഷഹ്റു റമളാൻ, ഈ റമളാൻ മാസം ഏതെന്ന് നിങ്ങൾക്കറിയോ? ഉൻസില ഫീഹിൽ ഖുർആൻ, ആ റമളാനിലാണ് ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായത്, ഖുർആൻ ഇറക്കപ്പെട്ടത് റമളാനിലാണ്. അപ്പൊ റമളാനിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹു ഒരു വേനൽ മഴ ഇറക്കി കൊടുക്കുകയാണ്. ഖുർആനിലൂടെ അല്ലാഹു തആല ഈ റമളാൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധ ഖുർആനിൽ തന്നെ ഖുർആനെ പറ്റി പറഞ്ഞൊരു വാക്ക് എന്തെന്നറിയോ? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പനി വരുമ്പോ ആ പനി വരുന്ന ഒരാളുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? ഒന്ന് ശ്രദ്ധിക്കണേ. ഖുർആനെ പറ്റിയാ പറയുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് പാപം. റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം മാത്രമാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ അനുമാനിക്കാൻ. മനസ്സിലാവുന്നില്ലേ? അത് കേട്ടാൽ മതി. അൽഹംദുലില്ലാ. വലിയ സദസ്സിനെക്കാളും പ്രസംഗിക്കാൻ നല്ലത് ചെറിയ സദസ്സാണ്. ഇവിടെ ചെറിയ സദസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അല്ലേ അസക്കാഫി ഉസ്താദേ? അല്ലേ? നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷമില്ല? ഉണ്ട്. ഉള്ള ആളുകളൊക്കെ ഉണ്ട്. ഇട്ട കസേരയും ഫുള്ളായി പുറത്തൊക്കെ ആളുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അറിയണം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഈ പരിശുദ്ധ ഖുർആനെ ഇറക്കുന്നത്, അല്ലാഹു എന്താ പറഞ്ഞത്? ഒരു വേനൽ മഴ പോലെ. എപ്പോ? ചുട്ടുപൊള്ളി കരിച്ച് കളയുന്ന അന്ധകാരത്തിന്റെ മധ്യേ ഒരു വേനൽ മഴ പോലെ ഖുർആൻ ഇറങ്ങി. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് ഉമർ ആരായിരുന്നു റളിയല്ലാഹു അൻഹു? അറിയോ ഉമർ ആരായിരുന്നു എന്ന്? ഞാൻ പറയാം. തൽക്കാലം ഞാൻ ആ ഭാഗത്തേക്ക് പോയാൽ ഈ വിഷയത്തിന്റെ പൂർത്തീകരണമാവൂല. നമുക്ക് ശരീരത്തിന് പനി പിടിക്കുമ്പോ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? പറയും. എന്താ നോക്കുന്നത്? സ്റ്റെതസ്കോപ്പ് വെച്ച് അവര് നോക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ എന്താ പനി പിടിച്ചു പോകുമ്പോ പനി ഉണ്ടോ ഇല്ലയോ എന്ന് അളക്കുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു വികാരം എന്താ അതിന്റെ പറയുന്ന പേര്? ടെമ്പറേച്ചർ നോക്കാന്നല്ലേ പറയുന്നത്. അപ്പൊ പനിക്ക് എന്താ ഉള്ളത്? ശരീരത്തിന്റെ ഘടന എന്താവും? ശരീരത്തിന്റെ അവസ്ഥ എന്താവും? പറയ്. ചൂടോ തണുപ്പോ? ചൂട്. പനി വരുമ്പോ ഇങ്ങനെ പിടിച്ചു നോക്ക്, ചൂടുണ്ടോന്നില്ലേ? അങ്ങനെയല്ലേ പനി അറിയുന്നത്? ഈ ശരീരത്തുണ്ടാകുന്ന സകല രോഗങ്ങളും ചൂടാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ ഹോസ്പിറ്റലുകളുടെ ഒരു വിഷയം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി. ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാം. സാധാരണ തണുത്ത വെള്ളം കുടിക്കരുത്, മഞ്ഞത്തിറങ്ങരുത്, തണുപ്പ് കൊള്ളരുത്. പനി വരുന്ന ഒരാള്, ഈ പനി കൂടുന്ന ആളിനെ ICUവിൽ കിടത്തുമ്പോ അതിനകത്ത് മൊത്തം AC അല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിച്ച്, പടച്ചോനെ, ഈ ഒരല്പ ആയുസോടുകൂടി കയറ്റുന്നവൻ മരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നറിയോ? ഈ AC-ക്കകത്ത് കിടന്നിട്ട് ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും അവൻ മരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടാവാനൊന്നും എനിക്കില്ല. അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല. ഈ കണക്കിന് ഈ ഭയങ്കരമായ തണുപ്പും അതൊന്ന്. രണ്ടാമത്, ഒരസുഖം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ആശ്വസിപ്പിക്കാൻ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ പ്രിയപ്പെട്ടവരൊക്കെ അടുത്തുണ്ടെങ്കിലുള്ള വെള്ളം തന്ന് ഒന്ന് കുഴപ്പമില്ല കേട്ടോ, അങ്ങനത്തെ അസുഖമൊക്കെ മാറുമെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊന്ന് അടുത്ത് കിട്ടി റാഹത്തല്ലേ? പക്ഷെ ഇത് ആരെങ്കിലും കേട്ടോ? 4 മണിക്ക് ശേഷം 1/2 മിനിറ്റ്, അതും ദൂരെ നിന്ന് കണ്ടിട്ട് പൊക്കോളണം, ഒരു അക്ഷരം മിണ്ടാൻ പറ്റൂല. ഞാൻ കരുതുന്നത് ഇതൊക്കെ ആദി പിടിച്ച് മരിക്കുന്നതാണ്. ICU കിടക്കുന്ന എല്ലാം ആദി പിടിച്ച് മരിക്കുന്നതാണ്. ഒരു കെലിമ പറഞ്ഞു കൊടുക്കാൻ, അവസാനത്തിന് സംസം വെള്ളം കൊടുക്കാൻ ഒന്നും കിട്ടൂല. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഈ സംസം വെള്ളം എവിടെ നിന്ന് കുടിക്കാൻ? എല്ലാം കൂടെ മൂക്കിൽ വെച്ച് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കല്ലേ? ആരാ കൊടുക്കുക? ആരാ കെലിമ പറഞ്ഞു കൊടുക്കുക? പട്ടാമ്പിയിൽ ഒരു ലേഡി ഡോക്ടർ, അവര് ICUവിൽ കഴിയുമ്പോ ഒരു രോഗിക്ക്, ഞാൻ അന്ന് ആ ലേഡി ഡോക്ടറെ ബന്ധപ്പെട്ടിരുന്നു. ആ ലേഡി ഡോക്ടറോട് പറഞ്ഞു, പട്ടാമ്പി ഭാഗത്ത് വരുമ്പോ വരണം, കാണണം എന്നൊക്കെ പറഞ്ഞു. ആ ലേഡി ഡോക്ടർ എന്താ ചെയ്തെന്നറിയോ? ആ ലേഡി ഡോക്ടർ ഖുർആൻ ശിഫ എന്ന് പറഞ്ഞിട്ടുള്ളത് 4 സ്ഥലങ്ങളിലാണ്. വിശുദ്ധ ഖുർആൻ ശിഫ എന്ന പദം പറഞ്ഞത്, ശമനം എന്നർത്ഥം വരുന്ന പദം അല്ലാഹു പറഞ്ഞത് 4 സ്ഥലങ്ങളിലാ. ഈ 4 സ്ഥലങ്ങളിലും അല്ലാഹു പറയുമ്പോ സൂറത്ത് യൂനുസിൽ 1, 2 സൂറത്ത് ഇസ്രായില്, 3 സൂറത്ത് ഫുസ്സിലത്തില്, 4-ാമത്തെ സൂറത്ത് നഹ്ലില്, ഈ ആദ്യം പറഞ്ഞ 3 സ്ഥലത്തും അല്ലാഹു ശിഫ എന്ന് പറഞ്ഞത് ഖുർആനിനെ തന്നെ. മുഅ്മിനീൻ
അള്ളാന്റെ ഖുർആനും ഈമാനുള്ളവർക്ക് ശിഫയാണ് എന്ന് പറഞ്ഞാൽ അസുഖം വരിക, രോഗം വരിക എന്ന് പറയുന്നത് ചൂടാണ്. അതിനെ ശമിപ്പിക്കേണ്ടത് ശിഫയിലൂടെയാണ്. അന്ധകാരവും അജ്ഞതയും വളർന്നിരുന്ന ലോകത്ത്, ചൂട് കൊടും തമസ്സിലായിരുന്ന കൊടും ചൂടിലായിരുന്ന സമൂഹത്തെ വിശുദ്ധ ഖുർആൻ എന്ന വേനൽ മഴയിറക്കിയിട്ട് അല്ലാഹു രക്ഷപ്പെടുത്തിയതാണ് വിശുദ്ധ റമളാൻ. ഖുർആൻ ഇറങ്ങിയത് റമളാനിലാണ്. ഖുർആൻ ഇറങ്ങുന്നത് റമളാനിലാണ്. അതുകൊണ്ടല്ല സഹോദരങ്ങളെ, ഖുർആൻ ഇറങ്ങിയപ്പോ പലരുടെയും ഹൃദയത്തിന് ശമനം വന്നു. ആരുടെ ഹൃദയത്തിന്? ആരുടെ ഹൃദയത്തിന്? ജബൽ ഉമർ എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്, നിങ്ങൾക്കറിയോ? പരിശുദ്ധമായ മക്കയില്, പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ, സഹോദര ബാബു ഫഹദ് മലിക്കിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ നേരെ കാണുന്ന ഒരു പ്രദേശമുണ്ട്. പോയിട്ടുള്ളവർക്കറിയാം, ദാറ തൗഹീദിന്റെ മറുഭാഗത്ത് ജബൽ ഉമർ. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ രക്തസാക്ഷിത്വം നടന്നതിന്റെ കുറച്ച് പുറത്ത് മിസ്ഫലയിലേക്ക് പോകുന്ന വഴിയുടെ മറുഭാഗത്ത് ഒരു ഭയാനകരമായ കെട്ടിടമുണ്ട്. ആ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തിന്റെ, ആ പർവ്വതത്തിന്റെ പേര് ജബൽ ഉമർ എന്നാണ്. ആ ജബൽ ഉമർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ പർവ്വതത്തിന്റെ മുകളിലാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കയറിയിരിക്കുന്നത്. എപ്പോഴാണ്? വെറുതെ കയറി ഇങ്ങനെ വാളം കൊണ്ടിരിക്കുകയാണ്. ഉമറിന്റെ സ്വഭാവം എന്തായിരുന്നു? ആദ്യം കാണുന്നവന്റെ ശരീരത്തിൽ വെട്ടിയിട്ട് അവനെ അംഗഭേദം വരുത്തിയിട്ട് വാളിന് മൂർച്ചയുണ്ടോ എന്ന് നോക്കുന്ന ക്രൂരനായിരുന്നു ഉമർ. ഖത്താബിന്റെ ഹംദമയുടെ മകനാ. ചെറിയ പ്രായത്തിൽ പർവ്വതമടക്കുകളിൽ, ഗിരിമാർഗങ്ങളില് ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടന്ന ഉമർ യുവാവായപ്പോ സിറിയയിലും യമനിലും പട്ടുവസ്ത്ര വ്യാപാരിയായി മാറി. അതിനുശേഷം ഉക്കാല ചന്തയുടെ മുതലാളിയായി. ആ ഉമർ ബിൻ ഖത്താബ് എന്ന് പറയുന്ന ഖത്താബിന്റെ ഹംദമയുടെ മകൻ ഉമർ ആ ജബൽ ഉമർ എന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറിയിരിക്കും. അതുകൊണ്ടാണ് ആ പർവ്വതത്തിന് അങ്ങനെ പേര് വന്നത്. അവിടെ കയറി ഇരുന്നിട്ട് ആ മലഞ്ചെരിവിലൂടെ യാത്രക്കാർ, കാഫില കൂട്ടങ്ങൾ പോകുമ്പോ ചാടി ഇറങ്ങിയിട്ട് അവരുടെ കയ്യിലിരിക്കുന്നത് പിടിച്ചു പറിക്കുമായിരുന്നു. അവിടെ കയ്യിരിക്കുന്ന പിടിച്ചു പറിച്ചിട്ട് അവസാന ജീവൻ പോലും അവർക്ക് കൊടുക്കില്ല, കൊന്നുകളയും. ഒരു ദിവസം ആരോ ഏതോ ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തിയിട്ട് ആ മനുഷ്യന്റെ കയ്യിരിക്കുന്നത് പിടിച്ചു പറിക്കാൻ ശ്രമം നടത്തുമ്പോ ഒന്നുമില്ലെന്ന് കണ്ടെന്ന ദേഷ്യം വന്ന ഉമർ അവനെ കൊന്നു. എന്നിട്ട് അവന്റെ കുപ്പായം വലിച്ചു കീറിയിട്ട് വാളിന്റെ രക്തം തുടച്ചു. ആ ഉമർ, അല്ലാഹുവിന്റെ ഹബീബിനെ കൊല്ലാൻ വാളെടുത്ത് വന്ന ഉമർ, അവസാനം വിശുദ്ധ ഖുർആൻ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മാ. മനസ്സിന്റെ ഉള്ളറകളിലെ മനുഷ്യത്വം മരവിച്ചുപോയ, മസ്തിഷ്കത്തിൽ അർബുദം ബാധിച്ചുപോയ, മനസാക്ഷി മരവിച്ചുപോയ ആ ഉമറിന്റെ ഹൃദയത്തിൽ അല്ലാഹു നൂറ് കടത്തിവിട്ടത് സൂറത്തു ത്വാഹയിലൂടെയാ. ഖുർആനിന്റെ ഏതാനും ചില ആയത്തുകൾ കേട്ടപ്പോ ഉമറിന്റെ മനസ്സ് മാറി. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത ഖലീഫ. 15ഓളം ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മനസ്സിന്റെ മോഹം പോലെ പടച്ചവൻ ഇറക്കി കൊടുത്തു. ഖുർആൻ കരിച്ചു കളഞ്ഞ, ഖുർആൻ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ സ്വന്തം സഹോദരി ഖുർആൻ പഠിക്കുന്നത്, രഹസ്യമായി പഠിക്കുന്നത് കണ്ടപ്പോ കൈകൊണ്ട് ഖുർആനിനെ തട്ടിയെറിഞ്ഞിട്ട് ആ ഖുർആൻ പഠിപ്പിച്ചവന്റെ കരണ കുട്ടിക്കടിച്ചിട്ട് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിനെ മർദ്ദിച്ചിട്ട് ആ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമ എന്ന പെണ്ണിനെ മുൾമുനയിൽ നിർത്തിയ ഉമർ അവസാനം ഇസ്ലാമിന്റെ ഖലീഫയായി, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്തത സഹചാരിയായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനം പ്രിയപ്പെട്ടവരെ മനസ്സിൽ ഒരു മോഹം വരും, റബ്ബേ ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയെങ്കിലോ. ഉടനെ അല്ലാഹ് ഇറക്കി കൊടുക്കും. മദ്യനിരോധനം അങ്ങനെ, പെണ്ണിന്റെ നിഖാബ് അങ്ങനെ. അല്ലാഹുവിന്റെ
പരിശുദ്ധമായ കഅബാലയത്തിൽ തവാഫ് ചെയ്തിട്ട് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കൂലേ, ആ നിസ്കാരം വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. ആ ആയത്ത് ഇറങ്ങുന്നതിന് കാരണക്കാരൻ ഉമർ തങ്ങൾ. 10ന്റെയും 15ന്റെയും ഇടയിൽ ആയത്തുകൾ ഉമർ തങ്ങളുടെ മനസ്സിന്റെ മോഹം പോലെ ഇറക്കി കൊടുത്തു അല്ലാഹു തആല. നന്നാകെ ഖുർആൻ പറയുമ്പോഴൊക്കെയും പറയേണ്ടത് ഉമർ തങ്ങളെയാണ്. കാരണം കാരിരുമ്പ് പോലെ കറുത്ത് കറുത്ത് കരിവാളിച്ച് പാറക്കൂട്ടം പോലെ ഉറച്ചുപോയ മനസ്സിനെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന ശിഫായിലൂടെ, ആ ശിഫാ എന്ന് പറഞ്ഞ ഖുർആനിന്റെ അവതരണത്തിലൂടെ ആ കത്തിക്കരിഞ്ഞു കിടന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസാക്ഷിയിൽ വേനൽ മഴ പോലെ ഖുർആൻ ഇറങ്ങിയപ്പോ ആ ഉമറിന്റെ പേര് കേൾക്കുമ്പോ ഇന്നും പൂഴനാട്ടിരുന്നു കൊണ്ട് നമ്മൾ പറയുന്നു റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അവതീർണമായത് ഒരു വേനൽ മഴയുടെ സ്ഥാനത്താ, അത് ഈ റമളാനിലാണ്. അതുകൊണ്ട് റമളാൻ എന്ന് പറയുന്നത് കൊടും ചൂടിൽ നിൽക്കുന്നവന് റമളാനിലൂടെ കിട്ടുന്ന ആ അനുഗ്രഹങ്ങളാകുന്ന വേനൽ മഴയിലൂടെ അവന്റെ പാപങ്ങളെ കരിച്ചു കളയുന്നു. വരുമ്പോ ആ റമളാൻ നമുക്ക് ഹയാത്താക്കണം, ആ റമളാൻ നമുക്ക് ഹയാത്താക്കണം. എന്താ ഈ റമളാനിൽ നമ്മൾ ചെയ്യേണ്ടത്? ഈ റമളാനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ഇനിയും ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുവദിച്ച സമയത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കും. 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ നിർത്തും. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഈ വിശുദ്ധ റമളാൻ മാസത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ റമളാൻ മാസത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കേവലം ഒരു നോമ്പ്, അത്താഴം കുടിച്ച് അത്താഴ സമയം മുതൽ സഹറിന്റെ സമയം മുതൽ ഫിത്തറിന്റെ സമയം വരെ കുറച്ച് ഭക്ഷണമൊക്കെ അങ്ങോട്ട് ഒഴിവായി അതൊന്നും കഴിക്കാതിരിക്കുക. ഇതാണോ ഈ നോമ്പെന്ന് പറയുന്നത്? മറ്റ് ആരാധനകളിൽ നിന്ന് നോമ്പിന്റെ വ്യത്യാസം എന്താണെന്നറിയോ? നോമ്പിന് ഒന്നും ചെയ്യാനില്ല. നോമ്പിന് നിസ്കാരം എങ്ങനെയാണ്? കൈ കെട്ടണം, റുക്കൂ ചെയ്യണം, എഴുന്നേൽക്കണം, വീണ്ടും സുജൂദ് ചെയ്യണം, എഴുന്നേറ്റിരിക്കണം, വീണ്ടും സുജൂദ് ചെയ്യണം. ഇതാണ് നിസ്കാരം. കുറെ കാര്യങ്ങൾ ചെയ്യലാണ്. ഹജ്ജ് എങ്ങനെ? ഇവിടെ നിന്ന് പോണം, പരിശുദ്ധമായ തവാഫ് ചെയ്യണം, സഈ ചെയ്യണം, അറഫയിൽ പോകണം, മിനയിൽ രാപാർക്കണം, മുസ്ദലിഫയിൽ രാപാർക്കണം, മിനയിൽ വന്ന് കഴിയണം, കല്ലെറിയണം. കുറെ കാര്യങ്ങൾ ചെയ്യലാണ് പരിശുദ്ധമായ ഹജ്ജ്. നിസ്കാരവും അങ്ങനെ തന്നെ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പണം കൃത്യമായി അളക്കണം, ആ അളന്നിട്ട് 2.5% പാവപ്പെട്ടവനെ കണ്ടെത്തി അവന്റെ കയ്യിൽ കൊടുക്കണം. ഇതല്ലേ സക്കാത്ത്? എല്ലാം കുറെ കാര്യങ്ങൾ ചെയ്യലാണ്. പക്ഷെ നോമ്പോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് നോമ്പ്. എന്ത്? കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടരുത്, ഫസാദ് പറയരുത്, പരദൂഷണം പറയരുത്. ഇതൊക്കെയാണ് നോമ്പ്. പിന്നെ നമ്മൾ അതോടൊപ്പം ചെയ്യുന്ന തസ്ബീഹുകൾ, നിസ്കാരങ്ങൾ, മറ്റ് ഇബാദത്തുകൾ, അത് നമുക്ക് കിട്ടുന്ന ബോണസാണ്. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പെന്ന് പറയുന്നതിന് അല്ലാഹു പറഞ്ഞ വാക്കേതാണ്? സൗമെന്നതല്ലേ? ഈ വാക്ക് എവിടെന്നാ വന്നതെന്നറിയോ? മറിയം ബീബി റളിയല്ലാഹു അൻഹാ ഗർഭിണിയാകുന്ന സമയത്ത്, ഈസാ നബി അലൈഹിസ്സലാമിനെ തന്റെ വയറ്റിൽ ചുമക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഓ മറിയമേ, എങ്ങനെയാ നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായതെന്ന് ആര് ചോദിച്ചാൽ നിനക്കെന്ത് മറുപടിയാ പറയാനുള്ളത്? എന്ത് മറുപടിയാ നീ കൊടുക്കുക? ആരെന്ത് ചോദിച്ചാലും നീ ചെയ്യേണ്ടത് എന്തെന്നറിയോ? പറയണം, ഇന്നീ
നദറതു ലിർറഹ്മാനി സൗമാ, നീ പടച്ചവന് വേണ്ടി ഒരു നേർച്ച നേർന്നിട്ടുണ്ടെന്ന് പറ. എന്തു നേർച്ചയാണ്? ഫലനുകല്ലിമൽ യൗമ ഇൻസിയാ, ഇന്നേ ദിവസം ആരോടും മിണ്ടൂല, ഒരു മൗനവ്രതത്തിലാണെന്ന് നീ പറ. ഇന്നീ നദറതു ലിർറഹ്മാനി സൗമാ, ഞാൻ എന്റെ പടച്ചവന് വേണ്ടി നോമ്പ് പിടിച്ചിരിക്കുകയാണ്. സൗമ് അവിടെ നോമ്പെന്ന് പറഞ്ഞാ ഭക്ഷണം കഴിക്കില്ലെന്നല്ല, അതിനർത്ഥം വെള്ളം കുടിക്കില്ലെന്നല്ല, അതിനർത്ഥം ഞാൻ ഭർത്താവുമാകട്ടെ സംസർഗത്തിൽ ഏർപ്പെടില്ലെന്നല്ല. പിന്നെ മറിയം ബീവി പറഞ്ഞ വാക്കേതാണ്? ഫലനുകല്ലിമൽ യൗമ ഇൻസിയാ, ആവശ്യമില്ലാതെ ആരോട് ഞാൻ ഇടപെടൂല, ഒരാളോടും എനിക്ക് എന്തും പറയാനില്ല, എനിക്കൊരു കാര്യവും പറയാനില്ല. ഇതാണ് എന്റെ വ്രതമെന്ന്. ആ വ്രതത്തിന്റെ പേരേതാണ്? സൗമ്. അതിന്റെ ബഹുവചനമാണ് സിയാം. അല്ല പറഞ്ഞതെന്താണ്? ഓ സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് സൗമ്. ഏത് സൗമ്? മറിയം ബീവി പറഞ്ഞ ആ വാക്ക്, അതിന്റെ ബഹുവചനം സിയാം. അത് നിങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുകയാണ്, അത് നിങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുകയാണ്. കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിർബന്ധമെന്നല്ല അല്ല പറഞ്ഞത്, നിർബന്ധമെന്നല്ല പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് എഴുതപ്പെട്ടു. എല്ലാവരും ഇൻഷാ അല്ലാഹ്, വേറെ കളക്ഷൻ ഒന്നുമില്ല, നല്ലൊരു സ്വതക്ക, നല്ലൊരു ഹദിയ ഈ ബക്കറ്റിൽ നിക്ഷേപിക്കണം. ഏതെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിൽ നിയത്താക്കി ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു ഹദിയ എടുത്തേ. വേറെ പിരിവൊന്നുമില്ല, നല്ല നോട്ട് തന്നെ എടുത്തോളി ഇൻഷാ അല്ലാഹ്. എപ്പോഴാ പിൻവലിക്കുന്നതെന്നും പറയാൻ പറ്റില്ല, കൊടുക്കാനുള്ളതൊക്കെ പെട്ടെന്ന് കൊടുത്തോളി, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു സ്വതക്ക എല്ലാവരും നേരത്തെ തന്നെ എടുത്തു വെച്ചോളിയും. ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ അതിനകത്തിടണം. അള്ളാഹുവേ, എന്താണോ നമ്മളുടെ ലക്ഷ്യം, ഉദ്ദേശം, അതിനെ നിറവേറ്റി തരണേ തമ്പുരാനെ. ബറക്കത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഇട്ടോളൂ ഇൻഷാ അല്ലാഹ്. എല്ലാ ഭാഗങ്ങളിലും പോയി. സ്ത്രീകളുടെ ഭാഗത്ത് എങ്ങനെയാ ബക്കറ്റ് കൊടുക്കോ? ശരി ശരി. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്നല്ല, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് എഴുതപ്പെട്ടു, എഗ്രിമെന്റ് ചെയ്യപ്പെട്ടിരിക്കാൻ. എഴുതുന്നത് വേറെ, നിർബന്ധം വേറെ. എഴുതപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് ഗൗരവം കൂടുതലാണ്. നിങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്, നോമ്പ് നിങ്ങൾ പിടിക്കണം എന്ന് പറയുന്നു. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചു, അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. എന്തിനാ പടച്ചവന് അല്ലാഹ് പറഞ്ഞോടെ കുറച്ച് വെള്ളം കുടിച്ചോ, ഭക്ഷണം അരുത് പറഞ്ഞില്ലല്ലോ. നീ വെള്ളം കുടിക്കാൻ പാടില്ല. വീട്ടിനകത്ത് വെള്ളം നിനക്ക് ഏറ്റവും നല്ല എളുപ്പത്തിൽ നിന്റെ ഡൈനിങ് ഹാളില്, ഡൈനിങ് ടേബിളില് വെള്ളമുണ്ട്, ഫ്രിഡ്ജില് ശീതള. ലീഡറുടെ ഇഫ്താർ വരും, എല്ലാ ആളുകളും രാത്രി മഗ്രിബിന് ബാങ്ക് കൊടുക്കാൻ 10 മിനിറ്റ് ബാക്കിയാക്കി. ശ്രദ്ധിച്ചോളി, ആ സമയത്ത് ഈത്തപ്പഴം, ഫ്രൂട്ട്സ്, ബാങ്ക് വിളിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ ബാങ്ക് അങ്ങോട്ട് കൊടുക്കുന്ന സമയം എല്ലാ ആളുകളും, പിണറായി വിജയനും അതുപോലെ തന്നെ എല്ലാ ആളുകളും ഇങ്ങനെ ഈത്തപ്പഴെടുക്കുന്നു, കഴിക്കുന്നു. പിന്നെ എന്തും അവരുടെ ഇഷ്ടത്തിനാണ്, എന്ത് വേണോ തിന്നാം. അത് ചിലപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കും, ചില ആളുകൾക്ക് ജ്യൂസാണ്, ചില ആളുകൾക്ക് ചായ, ചില ആളുകൾക്ക് സിഗരറ്റ് വെച്ചിട്ട് ലൈറ്റർ കൊണ്ട് കത്തിക്കലാണ് നോമ്പ് തുറ. കണ്ടിട്ടില്ലേ? കഞ്ഞിപ്പുരയുടെ പുറകിലൊക്കെ നിൽക്കും. അവർക്ക് അങ്ങോട്ട് അസറാകുമ്പോ തന്നെ വിറയിലുള്ള നിശ്ചയിക്കാത്തത് കൊണ്ട്. അപ്പൊ അവർക്ക് ഈത്തപ്പഴവും പച്ചവെള്ളമൊന്നും അല്ല വലുത്. സിഗരറ്റ് വലിക്കാൻ നേരത്ത് ബാങ്ക് കൊടുക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് സിഗരറ്റ് ഒക്കെ എടുത്ത് വായിൽ വെച്ച് തിരിച്ച് മറിച്ചൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കും. ബാങ്കിന് മൈക്കിൽ കൊണ്ടുവന്ന സമയം ഒരൊറ്റ കത്തിപ്പ, എന്നിട്ട് 2 വലി പുകയിട്ടിട്ടേ പള്ളിയിൽ വരുള്ളൂ. പുകയിട്ടിട്ടേ പള്ളിയിൽ വരുള്ളൂ. ആ പുകയിട്ട് അതിന്റെ കൂട്ടത്തിൽ പുകയിട്ടതല്ലേ വാ കഴുകാനും പറഞ്ഞ് വെള്ളം കോരി വായും കഴുകിയിട്ട് പള്ളിയിൽ വന്ന പഞ്ചായത്ത് ക്ലോസറ്റിന്റെ സ്മെല്ല. പിന്നെ അടുത്ത് നിൽക്കുന്നവർക്ക് ഉള്ളി തിന്നവൻ പോലും പള്ളി വരണ്ട, വീട്ടിൽ കിടന്ന് കരിച്ചാൽ എന്നാ പറയുന്നത്. കാരണം എന്താ? അടുത്ത് നിൽക്കുന്നവനെ നിസ്കരിക്കണം. ഇത് സിഗരറ്റും വലിച്ചിട്ട് പള്ളിയിൽ വരുമ്പോ ദുർഗന്ധമാണ്.
സിഗരറ്റ് വലിച്ചിട്ട് പള്ളിയിൽ വരാൻ പാടില്ല, ഹറാമാണെന്നുള്ളതല്ല. ഉള്ളി തിന്നവന് പള്ളിയിൽ വരണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? ഉള്ളി ഹറാമായത് കൊണ്ടാണോ? അല്ല, മറിച്ച് ആ സ്മെല്ല് അടുത്ത് നിൽക്കുന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാവും. അപ്പൊ സിഗരറ്റ് വലിച്ചിട്ട് വരുന്നവരോ, അപ്പൊ കള്ളു കുടിച്ചിട്ട് വരുന്നവരോ? കള്ളു കുടിച്ചിട്ട് വരുന്നവരൊക്കെ പള്ളിയിലില്ലേ? പള്ളി പരിപാലിക്കുന്നവരിൽ കള്ളുകുടിയന്മാരുണ്ട്. പിന്നെയാണ് പള്ളി പരിപാലിക്കുന്നതിൽ കള്ളുകുടിയന്മാരുണ്ട്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനത്തിന്റെ പേരില് ഈ കേരളത്തിൽ ഇങ്ങനെയാണ്. പക്ഷെ ഉത്തരേന്ത്യയിൽ പോയാൽ മറ്റൊരു ശൈലിയാണ്. ഓഫീസിൽ വന്നവന്റെ നോമ്പുകാരന്റെ വായിലേക്ക് ചപ്പാത്തി കുത്തിയിറക്കി വെച്ചു കൊടുക്കുന്ന കാപാലികമാര് രാജ്യത്തിന്റെ ശത്രുക്കളുള്ള സ്ഥലമാണ് ഉത്തരേന്ത്യ, UP അടക്കമുള്ള സ്ഥലങ്ങള്. മറിച്ച് കേരളത്തിന്റെ മനോഹാരിത എന്തെന്നറിയോ? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, അത് ആരും ആകട്ടെ, എല്ലാ കൊല്ലം മുഖ്യമന്ത്രിയുടെ ഇഫ്താർ ഉണ്ടാവും, പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ ഉണ്ടാവും, മന്ത്രിമാരുടെ ഇഫ്താർ ഉണ്ടാവും. പോകാൻ നമുക്ക് സമയമില്ലെന്നേ ഉള്ളൂ. എല്ലാ ഇമാമിങ്ങളെയും വിളിക്കും. വിശിഷ്യ സെക്രട്ടേറിയറ്റിന്റെ നിയമസഭയുടെ ചുറ്റിലുള്ള മുഴുവൻ ഇമാമിങ്ങളെയും വിളിക്കുക മാത്രമല്ല, അവർ നേരിട്ട് തന്നെ അവർ ഫോൺ ചെയ്തിട്ട് അവർ നന്നായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് പോകാനുള്ള സമയം കിട്ടാറില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ബഹുമാനവും സ്നേഹവും അള്ള പറഞ്ഞ സമയത്തെ നമ്മൾ കഴിക്കൊള്ളൂ. അതാണ് അള്ള പറഞ്ഞ സമയത്തെ നമ്മൾ കുടിക്കൊള്ളൂ, അള്ള പറഞ്ഞ സമയത്തെ നമ്മൾ അത് ചെയ്യുള്ളൂ. എന്താ റബ്ബ് ഇങ്ങനെ ആക്കിയത്? നോമ്പ് ഈ റമളാൻ മാസത്തിലാണ് ജിഹാദുൽ അക്ബർ ഉണ്ടായത്. ജിഹാദുൽ അക്ബർ ഉണ്ടായത് ഈ റമളാൻ മാസത്തിലാണ്. ഈ റമളാൻ മാസത്തിലാണ് ജിഹാദുൽ അക്ബർ. അതേതാണ്? ഹോമുർ റിജാലു ബലാ ഹോമുൽ ജിബാലു ബലാ കദ്ഹിരി ഫീഹിം മതീൻ ബൽ സാദതുൻ കുബറാ. 313 പേര് ആയിരങ്ങളോട് പോരാടിയില്ലേ? അകത്ത് നിന്ന് 350 കിലോമീറ്റർ മാറി മസ്ജിദുൻ നബവി. നോമ്പ് അല്ലാഹു തആല ഒരു ധർമ്മ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് അല്ലാഹു വെച്ചത് ഉപവാസമാണ്. ഉപവാസമാണ്. കുതിരയ്ക്ക് കായിക ശക്തിയും കായിക ശേഷിയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആഹാരം നിയന്ത്രിച്ചിട്ടാണ് ഒരു കുതിരയെ, ഫർസൻ സായിമുൻ എന്ന് പറയുന്ന കുതിരയെ മെരുക്കിയെടുക്കുന്നത്. കായിക ക്ഷമത വർദ്ധിപ്പിക്കാൻ കുറച്ച് ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ടാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജിഹാദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്തത് 16 ദിവസം നോമ്പ് പിടിച്ചിട്ട് പോകാൻ പറഞ്ഞു. നമ്മളെ പോലത്തെ നോമ്പല്ല. ഇന്ന് സമൂസ, പിന്നെന്താണ് നോമ്പ് തുറക്കാൻ? മരച്ചിനി, ഇറച്ചി, ഈത്തപ്പഴം, ചായ, ജ്യൂസ്, പിന്നെന്താ ഉള്ളത്? എല്ലാം കൂടെ ഒരുക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട അനുചരന്മാരും റമളാൻ മാസം നിർബന്ധമാക്കപ്പെട്ട നോമ്പിന്റെ സമയത്ത്, ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് 16 ദിവസം നോമ്പ് പിടിച്ചത് പച്ചവെള്ളം കൊണ്ടാണ്. ഉള്ളവന്റെ വീട്ടില് പാല്, ഇല്ലാത്തവൻ പച്ചവെള്ളം കൊണ്ടാ നോമ്പ് പിടിച്ചത്. ഈത്തപ്പഴം ഉള്ളവർ കഴിച്ചു, റൊട്ടി ഉള്ളവർ കഴിച്ചു, പലരും പട്ടിണിയാണ്. ആ അവസ്ഥയില് അവരെ ഉപവാസം എടുപ്പിച്ചിട്ടാണ് ധർമ്മസമരത്തിലേക്ക് കൊണ്ടുപോയത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ധർമ്മസമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അവരെ കുറച്ചു നാള് അവര് ഭക്ഷണം കൊടുക്കാതെ അവരെ പകല് നേരം പട്ടിണിക്കിട്ടിട്ട് അരുതെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ജിഹാദിന് വേണ്ടി ഇറക്കി കൊണ്ടുപോയി. കാരണം ധർമ്മസമരം ചെയ്യണമെങ്കിൽ ഭക്ഷണം ക്രമീകരിക്കണം. ഇന്ന് നമ്മളുടെ അവസ്ഥ എന്താണെന്നറിയോ? ഇന്ന് ഭക്ഷണം കൂടി പോയി. നമുക്ക് ഭക്ഷണം കൂടിപ്പോയതിന്റെ പേരിലാണ് മ്യൂസിയത്തിൽ ചെന്നാൽ മ്യൂസിയം 4 ഭാഗത്തും മ്യൂസിയത്തിന്റെ ഗ്രൗണ്ട് മുഴുവനും ആളുകൾ ഓടുകയാണ് വയറ് കുറയ്ക്കാൻ വേണ്ടി. അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയ ചാലയിൽ പോയി നോക്ക്, അവിടെയും കുറെ എണ്ണം ഓടുന്നുണ്ട്. അത് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ചുമടെടുത്തും
കൂലിവേല ചെയ്തും തന്റെയും തന്റെ മക്കളുടെയും വയറ് നിറയ്ക്കണമെന്ന് ചിന്തിച്ചിട്ട് കുറെ എണ്ണം ചാലയിൽ ഓടുന്നുണ്ട്. ഇപ്പുറത്ത് മ്യൂസിയത്ത് തിന്നങ്ങോട്ട് വയറ് കൂടിപ്പോയതിന്റെ പേരിൽ കുറയ്ക്കാനും വേണ്ടി ഓടുന്നുണ്ട്. നമുക്ക് ഭക്ഷണം കൂടിപ്പോയി. ആ ഒരു അവസ്ഥയാണ് ഇന്ന് ഈ സമുദായത്തിന് ഏറ്റവും വലിയ പരാജയം. നമ്മൾ ആരോടാ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ പല വിഷയങ്ങളിലും നമ്മൾ എതിർക്കുകയും പല വിഷയങ്ങളെ നമ്മൾ ശക്തമായ രീതിയിൽ നമ്മുടെ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്യുമ്പോ ആ ജിഹാദിന് മുമ്പ് നമ്മൾ ഓരോരുത്തർ ചെയ്യേണ്ടത് എന്തെന്നറിയോ? കുറച്ച് ഉപവസിക്കണം, കുറച്ച് ഉപവാസം നമുക്ക് ഉണ്ടാകണം, ഭക്ഷണത്തെ ക്രമീകരിക്കണം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബദർ. ആ ബദർ യുദ്ധം അവിടെ നിൽക്കവേ ഞാൻ മറ്റൊരു ചരിത്രത്തിന്റെ ഏതാനും ചില സൂചനകൾ, ഭാഗങ്ങളിലുള്ള സൂചനകൾ കൂടെ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. മഹാനായ ശംവീൽ നബി അലൈഹിസ്സലാമിന്റെ കാലം, ശംവീൽ നബി അലൈഹിസ്സലാമിന്റെ കാലം, ആ കാലഘട്ടത്തിൽ ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. പേര് ജാലൂത്ത്. ജാലൂത്ത് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി. ഭരണാധികാരികൾ അങ്ങനാണല്ലോ, അധികാരം കയ്യിൽ കിട്ടുമ്പോ പാവങ്ങളോട് പുച്ഛം, പാവങ്ങളോട് വല്ലാത്തൊരു വൈമനസ്യം, അവരോട് വല്ലാത്തൊരു വൈഷമ്യം ചില ഭരണാധികാരികൾക്കുണ്ട്. ജാലൂത്ത് അങ്ങനത്തെ ഒരു ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിക്കെതിരെ പോരാടാൻ അവർക്കൊരു നേതാവില്ല. നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിന്റെ അവസ്ഥ. നമുക്കൊരു നേതാവുണ്ടോ? കേരളത്തിൽ മുസൽമാന്റെ അവസ്ഥ, ഒരു നേതാവുണ്ടോ? ഇല്ല. സംഘടനകൾക്ക് നേതാവുണ്ട്, മുസ്ലിമീങ്ങൾക്ക് ഒരു നേതാവിന്റെ അഭാവമുണ്ട് ഇന്ന് കേരളത്തിൽ. ജാലൂത്ത് എന്ന് പറയുന്ന രാജാവിനെതിരെ പോരാടാൻ എവിടെയാണ്, എങ്ങനെയാണ് ഞങ്ങളെ അണിനിരത്തുന്ന ഒരു നേതാവ് ഞങ്ങൾക്കില്ലല്ലോ. ശംവീൽ നബിയുടെ ചാരത്ത് ചെന്നിട്ട് പറയുകയാ, ഞങ്ങൾ യുദ്ധം ചെയ്യണം ജാലൂത്തിനോടൊപ്പം, പക്ഷേ നമ്മളെ നിയന്ത്രിക്കാൻ ഒരു നേതാവില്ല. ആ സമയത്ത് ശംവീൽ നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്തെന്നറിയോ? ഒരു നേതാവിനെ നിങ്ങൾക്ക് ഞാൻ തന്ന ആ നേതാവിനെ നിങ്ങൾ അംഗീകരിക്കുമോ, കൂടെ നിൽക്കുമോ? അതെ, ഞങ്ങൾ കൂടെ നിന്നോ. ബനൂ ഇസ്രായേലുകൾ പറയുകയാണ്, ഞങ്ങൾ കൂടെ നിന്നോളാ. ആ സമയത്ത് സഹോദരങ്ങളെ ശംവീൽ നബി പറഞ്ഞു കൊടുക്കുന്നു, ആരാണ് നേതാവെന്നറിയോ? മഹാനായ ത്വാലൂത്ത് രാജാവാ. ത്വാലൂത്ത് എന്ന് പറയുന്ന രാജാവിനെ നിങ്ങൾക്ക് ഞാൻ അമീറാക്കി തരാ. ആ സമയത്ത് ജനങ്ങൾ പറഞ്ഞു, ഇല്ല, ത്വാലൂത്ത് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? അയാൾക്ക് സാമ്പത്തികമില്ല, അയാൾക്ക് കഴിവൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കും ന്ന് ജനങ്ങൾ പറഞ്ഞു. അവസാനം താലൂത്തിനെ പറ്റിയിട്ട് ശംവീൽ നബി പറയേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് വിവരമുണ്ട്, അദ്ദേഹത്തിന് കായിക ശേഷിയുണ്ട്, ഇതെല്ലാം അദ്ദേഹത്തിനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് താലൂത്ത് എന്ന് പറയുന്ന രാജാവിനെ സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ താലൂത്ത് രാജാവിന്റെ നേതൃത്വത്തില് ആളുകളെ ജാലൂത്ത് രാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് ശംവീൽ നബിയുടെ കാലഘട്ടത്തില് ചെറിയ ബാലനായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിന് പോവാണ്. അങ്ങനെ യുദ്ധത്തിന് കൊണ്ടുപോകുമ്പോ താലൂത്ത് രാജാവിന്റെ നിബന്ധന ണ്ട്. ഇവർ ആരെയാണ് എന്റെ കൂടെ കൂട്ടേണ്ടത്? എല്ലാവരെയും കൂട്ടാൻ പറ്റൂല. ഇവരിൽ ആരൊക്കെയാണ് നല്ലവരെന്ന് തിരിച്ചറിയാൻ ഒരു അടയാളം. അങ്ങനെ എന്താ അടയാളം എന്നറിയോ? താലൂത്ത് രാജാവ് ഈ ആളുകളെ, 1000-ഓളം വരുന്ന ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, ഫലമ്മാ ഫസല താലൂത്ത് ബിൽ ജുനൂദ് ഖാല ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി വമൻ ലം യതഅമഹു ഫഇന്നഹു മിന്നി ഇല്ലാ മൻ ഇഗ്തറഫ ഖർഫതൻ ബിയദി ഫശരിബു മിൻഹു ഇല്ലാ ഖലീൽ. എന്താ നിബന്ധന എന്നറിയോ? താലൂത്ത് രാജാവ് പറഞ്ഞു, നിങ്ങൾ ഇത്രയും ആളുകൾ എന്റെ കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതാണല്ലോ, പക്ഷെ നിങ്ങളിൽ ആരെ എന്റെ കൂടെ കൂട്ടണമെന്ന് ഞാൻ ഒരു പരിശോധന നടത്താൻ പോവാൻ. സൈന്യവുമായിട്ട് താലൂത്ത് രാജാവ് അങ്ങോട്ട് ഇറങ്ങുമ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ, പടച്ചോ നിങ്ങൾക്ക് ഒരു ജലാശയം നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. പട്ടിണിയുടെ നാളായിരുന്നു, കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, കുടിവെള്ളമില്ല.
കഴിക്കാൻ ഭക്ഷണമില്ല. 1000-ഓളം വരുന്ന ആളുകൾ അദ്ദേഹത്തിനോടൊപ്പം ജാലൂത്തിനെതിരെ യുദ്ധം ചെയ്യാൻ സന്നദ്ധരായി ഇറങ്ങുകയാണ്. അള്ളാഹുവിന്റെ തീരുമാനം ഇവരിൽ ആരെ കൊണ്ടുപോകണമെന്നൊരു പരിശോധന. അങ്ങനെ എന്ത് ചെയ്തു? ഒരു വലിയ ജലാശയം അള്ളാഹു താല കാണിച്ചു കൊടുത്തു. എന്നിട്ട് താലൂത്ത് രാജാവിലൂടെ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ നഹറിൽ നിന്ന്, നദിയിൽ നിന്ന് ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നീ, നിങ്ങൾക്ക് തൊണ്ട പൊട്ടുന്ന ദാഹമുണ്ടല്ലോ, നിങ്ങൾക്ക് വിശപ്പുണ്ടല്ലോ, ഇതാ ഒരു നദി കാണുകയാണ്, അതിൽ നിന്ന് കുടിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല. അതിൽ നിന്ന് ഒരാളും കുടിക്കാൻ പാടില്ല. വെള്ളം കുടിക്കാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരു നദി കണ്ട, പോടാ താലൂത്തേ, ഞങ്ങൾക്ക് കുടിച്ചാലേ പറ്റോടെന്ന് പറഞ്ഞു കുടിക്കുന്ന കുറെ ആളുകൾ. ആ സമയത്ത് താലൂത്ത് രാജാവ് പറഞ്ഞു, ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നീ, ആരതിൽ നിന്ന് കുടിക്കുവോ അവൻ എന്നിൽ പെട്ടവനല്ല. വമൻ ലം യത്അമുഹു ഫഇന്നഹു മിന്നീ, ഒന്ന് രുചിക്കുക പോലും ചെയ്യാത്തവൻ എന്നിൽ പെട്ടവനാണ്. പാവങ്ങളുടെ മുഖം കണ്ടപ്പോ സങ്കടം വന്നു. കുറെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ കുടിക്കൂല, നിങ്ങൾ പറയുന്ന പോലെ അനുസരിച്ചോളാം, അധർമ്മിക്കെതിരെ പോരാടണം, അക്രമിക്കെതിരെ പോരാടണം, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിലേക്കും വേണ്ടൂല, യവന്റെ ഒക്കെ ഭരണത്തിൽ നിന്ന് മൂട്ടിലിറക്കിയേ പറ്റുള്ളൂ. മനസ്സിലായോ? ഞങ്ങൾക്ക് പട്ടിണി കിടന്നാലും വേണ്ടൂല. കർഷക സമരം അങ്ങനെയാണ്. ഞങ്ങള് പട്ടിണി കിടന്നാൽ ഇവന്റെയൊക്കെ അടിവേരുത്തോണ്ടാണ് ഞങ്ങള് മാറൂല എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗ താലൂത്തിന്റെ കൂടെ കൂടി. മുഖം കണ്ടപ്പോ, ദാഹിച്ച പരമശരായ അവരുടെ മുഖം കണ്ടപ്പോ സങ്കടം തോന്നി. അവസാന താലൂത്ത് രാജാവ് പറഞ്ഞു, വേണമെങ്കിൽ ഒരു കൈ കുമ്പിളെടുത്ത് കുടിച്ചോളൂ, അത്യാവശ്യം ഒന്ന് കണ്ടാൽ കുറച്ച് വെള്ളം എടുത്ത് ഒറ്റ കൈക്കുമ്പിൾ ആ വെള്ളം നിങ്ങൾ കുടിച്ചോ. ചില ആളുകൾ ഇഷ്ടം പോലെ കുടിച്ചു. ആ കുടിക്കുന്നവരിൽ ലിമിറ്റ് വെച്ചവര്, തീരെ കുടിക്കാത്തവര്, അത്യാവശ്യം ഒരു കുമ്പിള് കുടിച്ചവര് 313 പേരാ. അവരെയും കൊണ്ട് നേരെ പോയി താലൂത്ത് രാജാവ് ജാലൂത്തിനോട് പോരടിക്കുകയാ. അക്കൂട്ടത്തിൽ ആരുണ്ടെന്നറിയോ? മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ചെറിയ ബാലനാണ്. ദാവൂദ് നബി പോകാൻ ഒരുങ്ങുമ്പോ 2-3 കല്ലുകൾ ദാവൂദ് നബിയോട് സംസാരിക്കുന്നു. അത്ഭുതപ്പെടാനില്ല. ലോകം അവസാനിക്കാറാകുമ്പോ പൂഴനാട് ജനങ്ങളുടെ മുമ്പിൽ ജൂതന്മാർ യുദ്ധത്തിന് വന്നാൽ ഇവിടത്തെ പാറകളും ഇവിടത്തെ മരങ്ങളും നിങ്ങളോട് പറയും, യാ അബ്ദല്ലാഹ്, യാ അബ്ദല്ലാഹ്, പൂഴനാട്ടത്തേടോ, തആൽ, വാടാ, ഖൽഫി യഹൂദിയൻ, എന്റെ പുറകിലെ ജൂതനുണ്ട്, ഫഖത്തുഹു, കൊണ്ടടാ വന്നിട്ട്. ദാവൂദ് നബിയോട് കല്ലുകൾ പറഞ്ഞു, എന്നെ എടുത്തോ നിനക്ക് ഉപകരിക്കും, എന്നെ വേണമെങ്കിൽ എടുത്തോ നിനക്ക് ഉപകരിക്കും. അങ്ങനെ യുദ്ധത്തിലേക്ക് പോയി. രണാങ്കണത്തിൽ ചെന്ന് തെറ്റല്ല പറയുന്നു, വഖതല ദാവൂദ് ജാലൂത, ജാലൂത്ത് രാജാവിനെ ദാവൂദ് നബി കൊന്നുവെന്ന്. താലൂത്ത് ഭരണമേറ്റെടുത്തു. ആ ഭരണമേറ്റെടുത്ത താലൂത്തിന് മക്കളില്ല. ഒരേ ഒരു മോള് മാത്രമേ ഉള്ളൂ. ആ മകളെ ദാവൂദ് നബിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ആ അധികാരം ദാവൂദ് നബിക്ക് പിന്നീട് താലൂത്തിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ് ദാവൂദ് നബി അലൈഹിസ്സലാം അധികാരിയായി മാറിയത്. നിങ്ങൾ അറിയണേ സഹോദരങ്ങളെ, ഇവിടെ യുദ്ധത്തിന് പോകുമ്പോ, ജിഹാദ് ചെയ്യുമ്പോ ശരീരത്തോട് ശൈത്താനോട് ജിഹാദ് ചെയ്യേണ്ടവരാ നമ്മൾ. ശൈത്താൻ പറയും നിസ്കരിക്കല്ലടാ, പോടാ നിന്റെ പണി നോക്കി. ശൈത്താൻ പറയും കള്ളു കുടിക്കടാ, പോടാ നിന്റെ പണി നോക്കി. ശൈത്താൻ പറയും പലിശ വാങ്ങടാ, പോടാ നിന്റെ പണി നോക്കി. അത് പറയണമെങ്കിൽ ജിഹാദ് ചെയ്യണം. ആരോട്? ശൈത്താനോട്. ആ ജിഹാദിന് മുമ്പ് ഒരു ഉപവാസം വേണം. ഇവിടെ ജാലൂത്ത് രാജാവിനെ കൊല്ലാൻ താലൂത്ത് രാജാവിന്റെ നേതൃത്വത്തിൽ പടയെടുത്തു പോയപ്പോ അവരോട് ജലാശയം കാണിച്ചിട്ട് കുടിക്കരുതെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിച്ചോ, ഉപവാസം. അതുകൊണ്ടാണ് ഇവിടെ ആത്മീയമായിട്ട് നമ്മളൊരു ജിഹാദിലാണ്. നോമ്പ് പിടിച്ച് നമസ്കരിച്ച് ഉറക്കമുളയ്ക്കുമ്പോ ശാരീരികമായി നമ്മൾ ജിഹാദിലാണ്. പട്ടിണി കിടന്ന് ദാഹിച്ച് നമ്മളെ ശരീരമെല്ലാം പടച്ചവന് മാറ്റുമ്പോ
ശൈത്താനോട് നമ്മൾ പോരടിക്കുകയാണ്. ആത്മീയമായ ജിഹാദാണ്. വേണ്ടി വന്നാൽ അധർമ്മത്തിനെതിരെ, ധർമ്മത്തിനെതിരെ, അജ്ഞതയ്ക്കെതിരെ പോരാടേണ്ടവരാണ് നമ്മൾ. ദുർഭരണങ്ങൾക്കെതിരെ പോരാടേണ്ടവരാണ് നമ്മൾ. അതെങ്ങനെ? വാരി വലിച്ച് കഴുത്തുമുട്ട തിന്നിട്ടല്ല, പിന്നെയോ ഉപവസിക്കണം. ബദരീങ്ങളെ ബദറിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് 16 ദിവസം ഉപവസിപ്പിച്ചു. ജാലൂത്തിനെതിരെ പോരാടാൻ താലൂത്ത് രാജാവ് ജനങ്ങളെ കൊണ്ടുപോയപ്പോ പട്ടിണി കിടന്ന സമൂഹത്തിന്റെ മുമ്പിൽ നദി കാണിച്ചിട്ട് അരുതെന്ന് പറഞ്ഞു. ഉപവാസം. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ പൂർവ്വസൂരികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് ഭക്തന്മാരാകാൻ വേണ്ടിയാണ്, ഭക്തി വരാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ സകല പാപങ്ങളെയും കരിച്ചു കളഞ്ഞ്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളെയും കരിച്ചു കളഞ്ഞ്, ആ പാപങ്ങളിൽ നിന്ന് വേനൽ മഴയാകുന്ന റമളാനിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന രാത്രികളിൽ ഇബാദത്തെടുത്ത് ഊഷരഭൂമിയാകുന്ന അന്ധകാരത്തിന്റെ അധാർമികതയുടെ ഈ കൊടും താപത്തിൽ വേനൽ മഴ പോലെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് സാന്ത്വനപ്പെടുത്തി ശിഫായി, നമുക്കൊരു ശമനമായി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ധർമ്മ സമരത്തിന് തൊട്ടു മുമ്പുള്ള ഒരു ഉപവാസമായി നമ്മുടെ റമളാൻ പരിവർത്തനം നൽകപ്പെടട്ടെ. ഈ പരിശുദ്ധ റമളാനില് ഏറ്റവും നല്ല നിലയിൽ ഇബാദത്ത് എടുക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.